ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക മോരുകറി തയ്യാറാക്കാം. അപ്പോൾ അരപ്പ് തയ്യാറാക്കുന്നതിനായി മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് ചിരകിയ നാളികേരവും 3-4 ചുവന്നുള്ളിയും 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങളും ഒരൽപ്പം ഉപ്പും ചേർത്ത് വെണ്ടയ്ക്ക നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക ഇതുപോലെ നന്നായി ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ കടുകും ഉലുവയും ചേർത്ത് പൊട്ടിക്കുക. അതിനുശേഷം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും എരിവിനാവശ്യമായ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായം പൊടിയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പിന്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് കട്ടയെല്ലാം ഉടച്ചു വെച്ചിരിക്കുന്ന തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2-3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, രുചികരമായ വെണ്ടയ്ക്ക മോരുകറി റെഡി.